السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد. صلاة وسلاما عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله صلى الله عليه وسلم. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലവാണ് സ്വഹാബത്തീങ്ങൾ ചെയ്ത ഇസ്തിഗാസത്തെ കുറിച്ചിട്ട് നാണ് ചർച്ചയാക്കിയ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസ് ചെന്ന് ബിഅബി അന്ത വഉമ്മി, നന്റെ ഉമ്മാക്ക് പകരം ബാപ്പക്ക് പകരം അങ്ങേന്നാണ് ബൈക്കിടെ എല്ലാം നബിയെ തങ്ങളായിട്ടിക്കട് തിബുത്ത ഹയ്യം വ മൈത്താ, അങ്ങനെ ആയിട്ടിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചൊല്ലത്. ഗസാലി ഇമാം തങ്ങൾ ചൊല്ലിട്ട് ഉദ്കുർന ഇന്ദ ബാലിക, ഞങ്ങളെ അങ്ങയുടെ അടുക്കൽ എപ്പോ മരിച്ചാൽ പിന്നെ ചൊല്ലോ ഞങ്ങളെയും ഓർമ്മ വയ്ക്കൊണ്ട് നബിയേ, ഞങ്ങൾക്കൊരു പരിഹാരം വേണം എല്ലാത്തിലും ചെന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉദ്ധരിച്ചതായിട്ട് ഇഹ്യായില് 4-ാമത്തെ വാര്യത്തില് ഗസാലി ഇമാം തങ്ങൾ ഉദ്ധരിക്കണം. അപ്പൊ ഞാൻ ചൊന്നോണ്ട് വന്നോ, ഈ വിഷയങ്ങൾ എല്ലാ സ്വഹാബത്തീങ്ങൾ ചെയ്തതായിട്ട് കേട്ടോ. ബിലാൽ ഇബ്നു ഹാരിസ് മുസ്ലിം റളിയല്ലാഹു അൻഹു ചെയ്തത് അൽ ബിദായ ഇബ്നു കസീർ ചന്തു ഫത്തുൽ ബാരിൽ ഉദ്ധരിക്കണം, വഫാഉൽ ഉദ്ധരിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് അദബുൽ മുഫ്രദ് ഉദ്ധരിക്കണം, അദ്കാറിൽ ഉദ്ധരിക്കണം. യാ അല്ലാഹ്, ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ കുറിച്ചിട്ട് കുറെ കിതാബ് നായി നില ഉദ്ധരിച്ചിട്ട്. അപ്പൊ ഇതെല്ലാം ചൊല്ലു. ഇന്ന് നമുക്ക് കുറെ ഉണ്ട് ചൊല്ലുകൂ. എന്നാൽ 2-ാം നൂറ്റാണ്ട് 1-ാം നൂറ്റാണ്ടിന് കൊണ്ടേത്തല്ല, 1 മുതൽക്ക് 100 2-ാം നൂറ്റാണ്ട് എന്നെങ്കിൽ 101 മുതൽക്ക് 200. അപ്പൊ ഈ 2-ാം നൂറ്റാണ്ടില് മഹത്തുക്കളായ ഇമാമിങ്ങളെ അല്പ സ്വല്പ ചൊന്നിട്ട് പിന്നെ ബാക്കിയുള്ള 3-ാം നൂറ്റാണ്ട് നമുക്ക് പോയി, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പോയെങ്കിൽ ഏകദേശം 1 വർഷം ചൊന്നെങ്കിൽ തീരല്ല, അത്ര ഇമാമിങ്ങൾ ഇസ്തിഗാസത്തെ കുറിച്ച് ചർച്ചയൊക്കെ കൊണ്ടു. അപ്പോൾ ആ ചൊന്നോ മഹത്തുക്കളായ സ്വഹാബത്തിന് ചെറിയായിട്ടിക്കട് ഇത്രയും ഇസ്തിഗാസ ആക്കിയത്, ഷഫാത്ത് തേടിയത്, നബി തങ്ങളുടെ സഹായർത്ഥന ആക്കിയത് അത് ഇസ്ലാമികായിട്ടിക്കട്. 2-ാം നൂറ്റാണ്ട് ചെല്ലുമ്പോ ഹിജ്റ 80 ജീവിച്ചിട്ട് 150 വഫാത്തായി പോയോ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ, ഇമാമു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദ്ഹബിന്റെ നേതാവായിട്ടിക്കട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ നടത്തിയ വിഷയം ബഹുമാനപ്പെട്ടവരുടെ കിതാബില് അൽ ഖസീദത്തുൻ നുഅ്മാനിയ്യ ചൊല്ലിയ കിതാബിൽ കണ്ടു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 80 ജീവിച്ചിട്ട് 150 മരിച്ചിട്ട് വഫാത്തായി. ബഹുമാനപ്പെട്ടവർ ചൊല്ലിയ യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ, ഇതായിട്ട് കിടന്നാ പാടിയോ അർജൂ റിളക വഹ്തമി ബിഹിമാക. അർജൂ, ഞാൻ ആഗ്രഹിക്കണ നബിയെ, സയ്യിദുസ് സാദാത്തായ നബിയെ, നാണ് അങ്ങയുടെ മുട്ട വന്നത്, മദീനത്ത് വന്നത്, ഖാസിദൻ, നാണ് നല്ല നീയത്ത് വെച്ചിട്ട് വന്നരേ എന്നരേ, നല്ല ഉറപ്പ് വെച്ചിട്ട് വന്നരേ, നല്ല നീയത്ത് വെച്ചിട്ട് വന്നറ നബിയെ. അർജൂ റിളാക്ക, തങ്ങളുടെ പൊരുത്തത്തെ ഞാൻ ആഗ്രഹിക്കണ നബിയെ, തങ്ങളുടെ ഹിമായത്ത് കൊണ്ട് നന്റെ പൊതിയണു നബിയെ, തങ്ങള് ഹിമായത്ത് തരണു, കാക്കണു, സംരക്ഷിക്കണു ചൊല്ലിട്ട് ഈ പദങ്ങളായിട്ടിക്കട് ബഹുമാനപ്പെട്ടവർ ചൊല്ലി. എന്നിട്ട് ചൊല്ലി യാ സയ്യിദി കുൻ ഷഫീഇ ഫീ ഫഖതി ഇന്നി ഫഖീറുൻ ഫിൽ വറാ ലിഗനാക. യാ സയ്യിദി, ഓ സയ്യിദായ നബിയെ, കുൻ ഷഫീഇ, നക്ക് നിങ്ങ ഷഫാത്ത് ചെയ്ത ആളാവണു, ഫി ഫഖതി, നന്റെ എപ്പാ നന്റെ ഇടർച്ചത്തില്, നന്റെ ഒരു ബുദ്ധിമുട്ടുകളിൽ, അല്ലെങ്കിൽ നന്റെ പ്രയാസങ്ങളിൽ, അല്ലെങ്കിൽ നക്ക് വേണ്ട ഏത് കഷ്ടനഷ്ടത്തിലും പരിഹാരമായിട്ട് ഷാഫി ആയിട്ട് നബിയെ തങ്ങൾ പറഞ്ഞു. ഇന്നി ഫക്കീറുൻ, പാവപ്പെട്ടതാണ്. ആര് ചൊല്ലേ? അബൂ ഹനീഫ തങ്ങൾ ചൊല്ലേ, പാവപ്പെട്ടതാണ്. ഫിൽ വറാ ലിഗനാക, ഞാൻ ഫക്കീറായിട്ടിക്കണം, ജനങ്ങളിൽ വെച്ചിട്ട് നാണ് വലിയ ഫക്കീറായിട്ടിക്കണ്, ചെന്നെങ്കിൽ പൈസ ഇല്ലാത്തവനുണ്ടല്ല അമല് കുറഞ്ഞവനായിട്ടിക്കണ് എന്ന രീതിയിൽ ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് സഹായാർത്ഥന നടത്തിയ പദ്യങ്ങള് നമുക്ക് കാണുക സാധ്യമായിട്ട്.
അപ്പൊ ഈ ബൈത്ത് അൽ ഖസീദത്തുൻ നുഅ്മാനിയ ചൊല്ലുമ്പോ ആ വിഷയത്തിൽ സലപ്പിങ്ങ ചൊല്ലോ അങ്ങനത്തെ ഒരു ബൈത്ത് അങ്ങനത്തെ ഒരു വിഷയം അത് ആ ഖസീദത്തുൻ നുഅ്മാനിയ ചെന്നിട്ടോ ഇമാം അബു ഹനീഫ തങ്ങൾക്ക് ഇല്ലേ ഇപ്പൊ ചൊന്നുകൊണ്ട് ബണ്ടർ നാളെ ബണ്ടർ ഇതിൽ ക്ലിപ്പാക്കിയുണ്ട് എങ്കില് അൽ ഖൈറാത്തുൽ ഹിസാൻ ചൊല്ലിട്ട് ഇബ്നു ഹജർ ലൈതമി തങ്ങളുടെ കിതാബിലോ ഈ അൽ ഖസീദത്തുൻ നുഅ്മാനിയ ചെന്നിട്ട് അബു ഹനീഫ തങ്ങൾക്ക് ഉണ്ടു ചെന്നു ഇക്തിഫാഉൽ ഖുനൂ ബിജവാഹിറിൽ മത്ബൂ ചൊല്ലിയ കിതാബിലും അബു ഹനീഫ തങ്ങൾക്ക് ഖസീദത്തുൻ നുഅ്മാനിയ ചൊല്ലിയ കിതാബ് ഉണ്ടു എന്ന് എഴുതി മോജമുൽ മത്ബൂആത്ത് ചൊല്ലിയ കിതാബിലും 303 പേജിൽ ഖസീദത്തുൻ നുഅ്മാനിയ ചൊന്ന ഒരു കിതാബ് അബു ഹനീഫ തങ്ങൾക്ക് ഉണ്ടു എന്ന് എഴുതി ഓക്കെ ഈലാഉൽ മക്റൂൻ ഫി ദൈൽ അലാ കശ്ഫിൽ ലനൂൻ ചൊല്ലിയ കിതാബിൽ അബു ഹനീഫ തങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അൽ ഖസീദത്തുൻ നുഅ്മാനിയ ചൊല്ലിയ കിതാബ് ഉണ്ടു എന്ന് എഴുതി ഇനി ഇല്ലാണ്ട് ചൊന്നിട്ട് ബറണ്ടാണ് ഫസ്റ്റ് ഞാൻ ഉത്തരം ചൊന്നു ഓക്കെ ഇനി നാളെ ക്ലിക്ക് ആക്കിട്ടോ എവിടെ മൂന്നാൾ തെച്ചിട്ട് ബറണ്ട തീരെങ്കിൽ ഫേസ് ടു ഫേസ് വീഡിയോ ഇടും വീഡിയോ നല്ല രസമാണ് ഒഞ്ചി വെച്ചിട്ട് പെണ്ണുങ്ങളെ പോലെയുള്ള വീഡിയോ ആക്കണ്ട ആഡിയോലെ ക്ലിപ്പ് ആക്കണ്ട ഓക്കെ ആണിങ്ങല്ലേ നന്റെ പോലെ ലൈവ് ബറും വന്നിട്ട് വീഡിയോ ആക്കും നല്ല രസം ഓക്കെ ഇൻഷാ അല്ലാ പിന്നെ അപ്പോൾ ആ ചെന്നത് അബു ഹനീഫ തങ്ങൾക്ക് ഇത്രയും വിഷയത്തിൽ ഇസ്തിഗാസ നടത്തിയത് അവിടെ അൽ ഖസീദത്തുൻ നുഅ്മാനിയ ചൊല്ലിയ കിതാബില് പാട്ട് പാടിയിട്ട് ഇസ്തിഗാസ നടത്തിയത് സഹായാർത്ഥന നടത്തിയത് കാണുക സാധ്യമുണ്ടോ കുൻ ഷാഫിഈ ഫീ ഫഖതി ഇന്നി ഫഖീറുൻ ഫിൽ വറാ ലിഗിനാക മനസ്സിലായിട്ടാ അപ്പൊ ഇസ്തിഗാസ അബു ഹനീഫ തങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ ഹിജ്റ 80 ജീവിച്ചിട്ട് 150 മരിച്ചത് ഇന്ന് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഞങ്ങളെ ഷാഫി മദബിന്റെ നേതാവായിട്ടിരിക്കുന്ന ഷാഫി ഇമാമു തങ്ങളെ ബഹുമാനപ്പെട്ടവർ 150 ജീവിച്ചിട്ട് 204 മരിച്ചത് ശരിക്കും മനസ്സിലാക്കണോ 150 ജീവിച്ച ജനന ഹിജ്റ 150 204 വഫാത്ത് ബഹുമാനപ്പെട്ടവർ ജനിച്ച ആ സമയത്തിൽ ആയിട്ടിക്കട് അല്ലെങ്കിൽ ഒരു നാൾക്ക് മുന്നോളു അല്ലെങ്കിൽ ഒരു നാളില് പിന്നെ അല്ലെങ്കിൽ ജനിച്ചണ്ടേ ചൊല്ല അഭിപ്രായമുണ്ടോ ആ ഷാഫി ഇമാമു തങ്ങളുടെ ജനനത്തണ്ടേ അബു ഹനീഫ തങ്ങളെ വഫാത്തായിട്ട് എങ്ങനുണ്ട് അബു ഹനീഫ തങ്ങൾ 80 ജീവിച്ചിട്ട് 150 മരിച്ചത് ശരിക്കും അർത്ഥാക്കോറോ 150 ജീവിച്ചിട്ട് 204 മരിച്ചത് ഷാഫി ഇമാം തങ്ങൾ ഈ ഷാഫി ഇമാം തങ്ങൾ അബു ഹനീഫ റളിയല്ലാഹു അൻഹു കണ്ടിട്ടേ ഇല്ല കണ്ടാ ഇല്ല കണ്ടിട്ടേ ഇല്ല പക്ഷേ അബു ഹനീഫ തങ്ങളുടെ ഗണനങ്ങൾ അഥവാ ഗണതകൾ അല്ലെങ്കിൽ ആ ശക്തി ആ ഇൽമു ആ പൂണ്ടാറം അത് എല്ലാം മനസ്സിലാക്കിയ ആളായിട്ട് ഷാഫി ഇമാം തങ്ങൾ ഷാഫി ഇമാം തങ്ങൾ ചെല്ല് ഇന്നി ലഅതബറകു ബി അബി ഹനീഫ നാന് അബു ഹനീഫ തങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കടേ വഅജീഉ ഇലാ ഖബ്രിഹി ഫീ കുല്ലി യൗമിൻ യാനി സായിറൻ നാണ് എല്ലാ നാളും ബഹുമാനപ്പെട്ട അബു ഹനീഫ തങ്ങളുടെ ഖബറിന്റെ മുട്ട പോണ്ടേ എങ്ങനുണ്ട് ഷാഫി ഇമാം തങ്ങൾ ചൊല്ലോ പോണ്ടേ യാനി സായിറൻ ഖബർ സിയാറത്താക്കുന്ന രീതിയിലായിട്ട് നാണ് പോയിടേ ഫൈദ അറലത്തുലി ഹാജത്തുൻ അങ്ങനെ നക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സ്വല്ലൈതു റകാത്തൈനി 2 റകാത്ത് നിസ്കരിക്കണേ സുന്നത്ത് നിസ്കാരം വജിത്തു ഇലാ ഖബ്രിഹി പിന്നെ നിസ്കരിച്ച ഉടനെ നാണ് ബഹുമാനപ്പെട്ട അബു ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അരികിൽ പോണ്ടേ സഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു ആ അബു ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അരികിൽ വെച്ചിട്ട് അല്ലാഹുടൊട്ടുകു നന്റെ ആവശ്യം വീടുക വേണ്ടിട്ട് നാണ് കേക്കടേ ദ്വാരക്കടേ എങ്ങനെ ഒമാ തബൂദു അന്നീ ഹത്താ തുഖ്ലോ നാണിങ്ങളെ ദ്വാർ നിങ്ങമേ അപ്പോളെ നന്റെ ദ്വാക്ക് ഇജാബത്തുണ്ട് കേട്ടോ എങ്ങനെ ഉണ്ട് സലപ്പികളെ എങ്ങനെ ഉണ്ട് കുഞ്ഞാടുകളെ എങ്ങനെ ഉണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളുടെ ഇസ്തിഗാസ അബു ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അരികിൽ പോയിട്ട് നാൻ അവിടെ സഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു ഹൂ എന്നുള്ള അമീർ മർജി അത് അബു ഹനീഫ തങ്ങൾ കയറ്റിക്കിട് അപ്പൊ അബു ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അരികിൽ വെച്ചിട്ട് അള്ളാഹുടട്ടു നന്റെ ആവശ്യം വീടുന്ന ദ്വാരക്കിടെ അല്ലാഹു അപ്പളണ്ണേ ആവശ്യം വീടി തണ്ട എങ്ങനുണ്ട് അപ്പൊ അതുകൊണ്ട് താരീഖുൽ ബഗ്ദാദിൽ ഇത് കാണാം 1-ാം വാല്യം 123-ാമത്തെ പേജ് അപ്പൊ 2-ാം നൂറ്റാണ്ടില് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങളും ഇസ്തിഗാസ ആക്കിയത് ഇമാമുന അഷ്ശാഫിഈ റളിയല്ലാഹു അൻഹും ഇസ്തിഗാസ ആക്കിയെന്ന് ചൊന്നു ഇനി 3-ാമത്തെ വിഷയത്തിക്ക് പറ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ എന്നിട്ട് പേര് ബഹുമാനപ്പെട്ടവർക്ക്
മാലിക് റളിയല്ലാഹു അൻഹു ആയിട്ടിക്കട് ഏകദേശം 40 വർഷക്കാലം മദീനത്തെ മുദരിസായിട്ടിക്കട്. മദീനത്തിലേക്കുമ്പോ ചെരുപ്പിട്ടിട്ടില്ല ചൊല്ലതായിട്ടിക്കട് ചരിത്രം ചൊല്ല. മദീനത്തെ ആ ചുറ്റുവശത്തില് ചെരുപ്പിടാണ്ട് നടന്ന വലിയ മഹാനായിട്ടിക്കട്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്ന ഭൂമിയിൽ ചെരുപ്പിട്ടിട്ട് നടക്കുള്ള അധികാരം നക്കില്ലേ ചൊന്നിട്ടായിട്ടിക്കട് ബഹുമാനപ്പെട്ടവരെ കുറിച്ചിട്ട് ചെല്ലേ. അപ്പോ അത്രയും ബഹുമാനമുള്ള മാലിക് ഇമാം റളിയല്ലാഹു അൻഹു 95-ലായിട്ടിക്കട് ജീവിതം, ജനനം 171-ലായിട്ടിക്കട് വഫാത്ത്. ഹിജ്റ 171. ബഹുമാനപ്പെട്ടവരെ മുട്ട അബൂ ജാഫർ ചൊല്ലിട്ടവർ ആള് ചർച്ചാക്കിത്ത് മാലിക് ഇമാം തങ്ങളെ മുട്ട. എന്നിട്ട് ഈ അബൂ ജാഫർ കുറെ വിഷയങ്ങൾ ചർച്ചാക്കുമ്പോഴത്തേക്ക് ശബ്ദം ഉയർത്തല് അല്ലെങ്കിൽ ഇങ്ങനെ ജോറായിട്ട് മുണ്ടേ മദീനത്തിലുണ്ടാകുമ്പോ അപ്പൊ ഭയങ്കര ചൂടായിട്ട് ഇയാൾ ചെന്തു നീങ്ങ എന്താക്കണ്ട ഇങ്ങനെ ശബ്ദമെല്ലാം ഉയർത്തിയിട്ട് മുണ്ടോക്ക് തീരകൂടെ, ഇത് നബിത്തങ്ങളുള്ള ഹലറത്തായിട്ടിക്കട്, ഖുർആനിൽ ഇന്നിങ്ങനത്തെ ആയത്തുണ്ട്, അതുകൊണ്ട് ശബ്ദം ഉയർത്തക്ക് തീറാൻ ചെന്തു. അങ്ങനെ ചൊല്ലുമ്പത്തുകായിട്ടിക്കട് ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഈ അബൂ ജാഫർ ചൊല്ല അണ്ടത്തെ അമീറുൽ മുഅ്മിനീൻ അണ്ടത്തെ എന്തായിട്ടിക്കട് രാജാവായിട്ടിക്കട്. ആ രാജാവ് ചെന്ത് എന്തേ ഈ അബൂ ജാഫർ എന്നവർക്ക് എടുത്ത് ആരട്ടുകോ ഈ മാലിക് ഇമാം തങ്ങളുടെ കേട്ടത്ത് യാ അബാ അബ്ദില്ലാഹി അസ്തഖ്ബിലുൽ ഖിബ്ലത അദു അമ്മ അസ്തഖ്ബിലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാണ് ദ്വാരക്കുമ്പോ കിബിലാക്ക് മുന്നിട്ടിട്ട് ദ്വാരക്കണ അല്ല നബിത്തങ്ങൾക്ക് മുന്നിട്ടിട്ട് ദ്വാരക്കണ. മദീനത്ത് പോയി അങ്ങനെ കൊന്തുണ്ടല്ലേ, മദീനത്ത് പോയി അങ്ങനെ കൊന്തുണ്ട്. കിബിലാക്ക് മുന്നിട്ടെങ്കിൽ റൗള ഷെരീഫിക്ക് പിന്നിട്ടറ്, റൗള ഷെരീഫിക്ക് മുന്നിട്ടെങ്കിൽ കിബിലക്ക് പിന്നിട്ടറ്. അപ്പൊ എന്താക്കണോണ്ട് കേട്ടത് അപ്പായിട്ടിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ ചൊല്ലിട്ട് എന്തികായിട്ടിക്കട് നിങ്ങൾ തിരിയുകയില്ല വസീലത്തു അബീക ആദം. ഏണാ നിങ്ങൾ കിബിലാക്ക് മുന്നിരണ്ട, നിങ്ങൾ നബിത്തങ്ങളെ മുട്ട തിരിഞ്ഞിട്ട് ദ്വാരക്കൊറു. നബിത്തങ്ങൾ നിങ്ങളെ വസീല മാത്രമൊന്നുമല്ല, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്കുള്ള സർവർക്കും വസീലയായിട്ടിക്കറുണ്ട്. ഷിഫായിൽ കാളിയാൽ തങ്ങൾ ഉദ്ധരിക്കണം, വഫാൽ ഇത് ഉദ്ധരിക്കണം, മദ്ഖലും ഉദ്ധരിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പടിപ്പാട്ടി കൊടുത്ത് നബിത്തങ്ങൾക്ക് മുന്നിട്ടിട്ടേ ദ്വാരക്കൊണോ. മാലിക് ഇമാമാർ ഇമാമുദാരിൽ ഹിജ്റ മനസ്സിലായിത്താ. നാണ് അത്ര വർഷക്കാലം മദീനത്തിലേക്കുമ്പോ ഒരു നാള് പോലും നബിത്തങ്ങളെ നാണ് കിനാവ് കാണാത്ത നാളില്ലാണ്ടായിട്ട് ചരിത്രം ചൊല്ലേ മാലിക് ഇമാം തങ്ങളെ കുറിച്ചിട്ട്. എല്ലാ രാത്രിയിലും നബിത്തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടോണ്ടിരുന്നായിട്ട് ഒരു ജാവ് പോലും ഒഴിവായിട്ടില്ലാണ്ടായിട്ട് അത്രയും വലിയ മാലിക് ഇമാം തങ്ങൾ ചൊല്ലിട്ട് നബിത്തങ്ങൾക്ക് മുന്നിട്ട് ദ്വാരക്കുറവുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ടവർ 95-ൽ ജീവിച്ചിട്ട് 171 മരിച്ച് വഫാത്തായി. ഇനി മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു 130-ആയിട്ടിക്കട് ഹിജ്റ 130 ബഹുമാനപ്പെട്ടവരെ വഫാത്ത്. അപ്പോ ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു താരീഖു ദിമഷ്കിൽ ഇത് എന്താക്കണ് രേഖപ്പെടുത്തറ്. അതുപോലെ ഇങ്ങളെ ദഹബി ഹാഫിദ് ദഹബി ചൊല്ലിയ ആള് സിയർ അഅ്ലാമിൻ നുബലായിൽ ഈ വിഷയം കൊണ്ടുവന്നു 3-ാം വാല്യം 94-ാമത്തെ പേജിൽ. എന്തേ കാന മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ, മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ ചൊല്ലുന്ന ബഹുമാനപ്പെട്ടവർ വലിയ താബീങ്ങളിൽപ്പെട്ട ആളാണ്. വലിയ നിലക്ക് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെ പോലും ഉസ്താദായിട്ടിക്കണം, ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദായിട്ടിക്കണം. അപ്പോ ഈ ചൊല്ലുന്ന മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു താബീങ്ങളിൽപ്പെട്ട വലിയ പ്രമുഖ ആളായിട്ടിക്കണ്, ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പോലും ഉസ്താദായിട്ടിക്കണം. അപ്പോ ഈ ചൊല്ലുന്ന ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസുകൾ ബുഖാരിയിൽ 18 ഹദീസ് നിവേദനാക്കിയത്, മുസ്ലിമില് സ്വഹീഹ് മുസ്ലിമില് 32 ഹദീസ് നിവേദനാക്കിയത്. ആറ് ഈ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട്. അപ്പോ ചിലരാളൊന്നും അല്ലാണ്ടായില്ലേ 130-ആയിട്ടിക്കട് ബഹുമാനപ്പെട്ടവരെ വഫാത്ത്. ഈ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ഒരു തലവേദന വന്നപ്പോ കാന യുസീബുഹു സുമാത്തുൻ ഫകാന യഖൂമു വയലൗ ഖദ്ദു അലാ ഖബ്റിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രയാസം ഇങ്ങനെ വരുമ്പോ ബഹുമാനപ്പെട്ട ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ ഖബറിന്റെ മേല് ബഹുമാനപ്പെട്ടവരുടെ കവൽ തടം വയ്ക്കും. യലൗ ഖദ്ദു അലാ ഖബ്റിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ഈ ഇതില്ലേ എന്തേ കവൽ തടം, ഈ കവൽ തടം എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറിന്റെ മേൽ വയ്ക്കണം. സുമയർജു പിന്നെ തിരിഞ്ഞു വണ്ട് ഫഊതിബ ഫീ ദാലികാൻ അപ്പോൾ എന്നാ തലവേദനമാ ടെൻഷനാ പ്രയാസമാ അത് മാഞ്ഞു കിട്ടില്ലാണ്ടാവണോ. ഫഖാല ബഹുമാനപ്പെട്ട ഇബ്നുൽ മുൻകദിർ ചൊല്ലുന്നു ഇന്നഹു യുസീബുനി ഖത്റത്തുൻ ഫൈദാ വജത്തു ദാലിക ഇസ്തഗസ്തു ബിഖബ്റിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് പോയിന്റ് സലഫിങ്ങളെ മർമ്മത്തെ പൊളിച്ചിട്ട് വെച്ചിട്ട് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു നക്ക് ഇങ്ങനത്തെ പ്രയാസം വന്നാൽ
നാണ് ഈ വിഷയമാക്കുമ്പോ നബി തങ്ങളുടെ ഖബറിന്റെ അരികിൽ പോയിട്ട് ഞാൻ നബി തങ്ങളുടെ ഇസ്തിഗാസാക്കടേ. അപ്പൊ അത് നീങ്ങിക്കിട്ട് ഇബ്നുൽ മുൻകദിർ, ഏത് ഇബ്നുൽ മുൻകദിർ? ബുഖാരി റളിയല്ലാഹു അൻഹു ഉസ്താദുമായ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ചൊല്ലും. അതേ സമയത്തിൽ ബുഖാരിൽ 18 ഹദീസും മുസ്ലിമുൽ സ്വഹീഹ് മുസ്ലിമുൽ അടക്കം ബഹുമാനപ്പെട്ടവരെ കുറിച്ചിട്ട് എന്താക്കിയത്? ഈ 32 ഹദീസ് റിവായത്താക്കിയത്. മനസ്സിലായിത്ത അത്ര വലിയൊരു താബീങ്ങളിൽ പെട്ട ആളാണ്. ബഹുമാനപ്പെട്ടവർ ചൊല്ലിട്ട് ഞാൻ ഇസ്തഗസ്തു ബി ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നക്ക് നിങ്ങൾ പ്രയാസം ബന്ധങ്ങൾ ഞാൻ നബി തങ്ങളുടെ ഖബറിന്റെ അരികിൽ പോയിട്ട് സഹായം കേക്കടേ. നക്ക് അപ്പോൾ തന്നെ ആ സഹായത്തെ കാരണം കൊണ്ട് ഷിഫ ആയിട്ട് കിട്ടേട്ട് ചൊല്ലിട്ട്. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് 2-ാം നൂറ്റാണ്ടര വിഷയമായിട്ട് കിടന്ന ചൊന്നത് നാളെ നിങ്ങൾക്ക് 3-ാം നൂറ്റാണ്ടര വിഷയാക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഇത്രയും പേരുള്ള ചൊന്ന ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവർക്കും ഓർമ്മിക്കൂ. മുതല്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കൂ, പഠിക്കൂ ഇൻഷാ അല്ലാഹ്. നല്ല ഉപകാരപ്പെടും നിങ്ങൾക്ക്. പ്രവർത്തകർ ഉണ്ടെങ്കിൽ, ക്ലാസ് എടുക്കുക തരപ്പെട്ട പ്രവർത്തകർ ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കൂ ഇൻഷാ അല്ലാഹ്, ഉപകരിക്കും. ഇത്ര സലഫീസം ഉണ്ടെങ്കിൽ ചന്ത കൈയെടുത്തിട്ട് നെഞ്ഞിൽ വെച്ചിട്ട് അലച്ചതാക്കോറും. ഈ വിഷയം ചൊന്നത് ഉണ്ടായില്ലേ കിതാബിൽ പെരത്തിട്ടെടുക്കോറും. ഓക്കെ, ബാക്കി പ്രവർത്തകർക്ക് എല്ലാവർക്കും അള്ളാഹു ഹിദായത്തും റാഹത്തും സന്തോഷം തരട്ടെ. അതുപോലെ കെയ്ച്ചയുടെ ക്ലാസ്സുകൾ എടുത്തതെല്ലാം ഇതിന്റെ മിത്ല സവാബ് ഞങ്ങളെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ അള്ളാഹു റൗള ഷരീഫ് അള്ളാഹു എത്തുവാട്ടി കൊടുക്കട്ട്. മരിച്ചു പോയ തന്റെ ബാപ്പടക്കമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് കൊടുക്കട്ട്. ഇന്നലെ ഹിജ്റ 1-ാം നൂറ്റാണ്ടര വിഷയാക്കിയ ഇണ്ട് ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ഇത്ര പ്രഗത്ഭ പണ്ഡിതന്മാർ എല്ലാവരും ഇസ്തിഗാസാക്കിടാറ്. ഇങ്ങാറും നരകത്താളല്ലാണ്ട് ഉറപ്പല്ലേ. ഷാഫി ഇമാമും അല്ല, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും അല്ല, ഇത് അബു ഹനീഫ തങ്ങളും അല്ല, മാലിക് തങ്ങളും അല്ല, ഇബ്നു മുൻകദിറും അല്ല. ഇങ്ങനെയുള്ള സ്വർഗത്തിൽ ആളുമാരുണ്ട് ഞങ്ങൾ കൊത്തുണ്ടല്ലേ. അതുകൊണ്ട് ഇങ്ങാക്കി സ്വർഗത്ത് കയറ്റിക്കിട്ട് ഇങ്ങ പോണ്ട സ്വർഗത്തേക്ക് ഞങ്ങൾ പോണ്ടോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നിങ്ങൾ ഇസ്തിഗാസ സമ്മതിച്ചതും ചെയ്തതുമായിട്ടിക്കട് അത് സുന്നത്തായിട്ട് കണ്ടങ്ങളുള്ളാറ്, ഇബാദത്തായിട്ട് കണ്ടതുകൊണ്ട് അതുകൊണ്ട് വലിയൊരു പുണ്യമുള്ള കാര്യമായിട്ട് ഇസ്തിഗാസത്തെ പരിഗണിക്കുക. അള്ളാഹു ഖൈർ ബറക്കത്ത് ഇസ്സത്ത് ഹിമ്മത്ത് റാഹത്ത് സലാമത്താക്കിയിട്ട് തരട്ട്. എല്ലാ പ്രയാസങ്ങൾ അള്ളാഹു തീർത്ത് തരട്ട്. ഞങ്ങളെ സഹകരിക്കട്ടെ, സഹായിക്കട്ടെ. ഞങ്ങളെ ക്ലാസ് കേൾക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു വലിയ ഐശ്വര്യം ചൊരിച്ചു കൊടുക്കട്ടെ. ചെന്നിട്ട് ദ്വാരക്കട്ടെ. എല്ലാവരും ദ്വാരക്കുറു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.